മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവാണെങ്കിൽ ലേഖയിൽ നിന്നും കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞുമായിട്ട് കമലേശ്വരത്തിലേക്ക് എത്തിയ വിവരം അറിയുന്നുണ്ട്. അവളാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തുന്ന മഞ്ജു കാണുന്ന കാഴ്ച ദുർഗ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജു ആണെങ്കിൽ കുഞ്ഞിനെ പിടിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് ബഹളം വെക്കുന്നുണ്ട്. ആ ബഹളം കേട്ടുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. ഏട്ടനും ഏട്ടത്തെയും ഇനി എത്ര കണ്ടാലും പഠിക്കില്ല. ഇവരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? ദേ, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഒരുത്തൻ അഗസ്ത്യമന്ദിരത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ, അവൻ റിക്കവർ ആയിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരെയും പുറത്താക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ അമ്മയെ പുറത്താക്കണ്ട, കാരണം അവർക്ക് കൂടിയും ഈ വീട്ടിൽ അവകാശം ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ മഞ്ജു പറയുന്നു. ഇതൊക്കെ കേട്ട് കണ്ണനും മഹാലക്ഷ്മിക്കും സഹിക്കാനാവുന്നില്ല. കണ്ണനാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്, നീ മാറിയപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചല്ലോ, അതുപോലെ തന്നെയാണ് അമ്മയുടെ ഈ മാറ്റവും. എന്തായാലും മഞ്ജു, നീ ഇപ്പൊ ഈ ചെയ്തതൊന്നും ശരിയായില്ല. അമ്മയ്ക്ക് ഒരു അവസരം കൊടുക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. ശേഷം ദുർഗയാണെങ്കിൽ ഞാൻ കാരണം കൊണ്ട് ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ തോമസ് സാറിന്റെ ആശ്രമത്തിലാവട്ടെ, ഉണ്ണിയാണെങ്കിൽ പ്രതാപന്റെയും കരുണയുടെയും സഹായത്തോട് കൂടിയിട്ട് എഴുന്നേറ്റ് നടക്കുകയാണ്. പെട്ടെന്നാണ് മേഘനാഥനും വാമദേവനും എതിരെ വരുന്നത്. മേഘനോട് ഉണ്ണിക്ക് വലിയ ദേഷ്യമൊന്നുമില്ലെങ്കിലും വാമദേവനോട് ചെറിയ ദേഷ്യമൊക്കെ തന്നെ ഉണ്ട് താനും. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്തായാലും മേഘനാഥന്റെ ആ ഒരു തിരിച്ചുവരവ് ഉണ്ണിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കരുണയുടെ ഒരു ദേഷ്യപ്പെടലും മറ്റും സഹിക്കാനാവാതെ പ്രതാപനാണെങ്കിൽ വീണ്ടും ആ ജാനമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് ജാനമ്മയോട് പ്രതാപൻ ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ്, നിങ്ങളുടെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടിക്ക് പോയത്. പക്ഷേ അവനൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് സങ്കടം മാത്രമായി ബാക്കി. ആ കുഞ്ഞിനെ വെറുതെ വിട്ടോടെ സാറേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇനി നിങ്ങളുടെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ജീവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജീവൻ നിങ്ങൾ എടുത്തേ മതിയാകും. അവനെ ഇപ്പൊ മൂർഖം കടിച്ച് ഹോസ്പിറ്റലിലാണെന്നൊക്കെ അല്ലേ പറയുന്നേ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ ചെലവിനുള്ള പൈസയൊക്കെ ഞാൻ തരും, അല്ലെങ്കിൽ മറ്റു വല്ല കൊട്ടേഷൻ ടീമിന് വെച്ച് നിങ്ങളുടെ മകനെ ഞാൻ തന്നെ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞ് ജാനമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. വീണ്ടും ജാനമ്മയെ കൊണ്ട് ആ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്രതാപൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരാണെങ്കിൽ ആ ഒരു ചതിക്കണിയിൽ വീഴുന്നുമുണ്ട്. അപ്പൊ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.